ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ കോസ്റ്റിംഗ് മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പല പല കോസ്റ്റിംഗ് മെത്തേഡുകൾ ഉണ്ട് ടാലിയിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പല പല മെത്തേഡുകൾ നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ടാലിയിൽ ഡിഫോൾട്ടായിട്ട് ആവറേജ് കോസ്റ്റിംഗ് മെത്തേഡാണ് ഡിഫോൾട്ടായിട്ട് കാണിക്കുക. സീറോ കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിഫോ ഉണ്ട്, ലിഫോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്താലത്തെ ഇമ്പാക്റ്റുകൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അതേപോലെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സീറോ കോസ്റ്റും അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റും അതേപോലെ തന്നെ ഫിഫോയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾക്ക് സീറോ കോസ്റ്റ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഐറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എടുത്തു. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഐറ്റം നമുക്ക് എടുത്തു. ഇവിടെയാണ് നമുക്ക് ഒരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഐറ്റത്തിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സീറോ കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അത് തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സീറോ കോസ്റ്റ് എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് യൂണിറ്റ് കൊടുക്കാം. യൂണിറ്റ് ഞാനിവിടെ നമ്പർ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെയാണ് നമ്മൾക്ക് കോസ്റ്റിംഗ് മെത്തേഡുകൾ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല വിചാരിക്കുക, ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് F12 അടിച്ചാൽ മതി. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, യൂസ് കോസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് വാല്യുവേഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം എന്ന്. ഈ ഒരു ഓപ്ഷൻ എസ് കൊടുത്താലാണ് നമ്മൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിച്ചാൽ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചാൽ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സീറോ കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് സീറോ കോസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ ഇവിടെ മാർക്കറ്റ് വാല്യുവേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കോസ്റ്റിംഗ് മെത്തേഡിലൂടെ മാത്രമാണ് കാൽക്കുലേഷൻ ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ എൻ്റർ എൻ്റർ. ഇനി നമുക്കൊരു പർച്ചേസിൻ്റെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്തു. നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു, ക്യാഷ് എടുത്തു. ഇവിടെ നമുക്ക് പർച്ചേസ് ലെഡ്ജറിൻ്റെ അവിടെ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നെയിം ഓഫ് ഐറ്റം, ഇവിടെ സ്പേസ് ബാർ അടിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സീറോ കോസ്റ്റ് എന്നുള്ള ഐറ്റം കൊടുക്കാം. ഞാൻ ക്വാണ്ടിറ്റി ഇവിടെ 30 കൊടുത്തു, റേറ്റ് 32 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ 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 എൻ്റർ. ആ ഒരു ഐറ്റം ഞാൻ സേവ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു പർച്ചേസും കൂടി ചെയ്യണു. ഞാനിവിടെ വീണ്ടും ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഞാനിവിടെ വീണ്ടും ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. ഞാനിവിടെ ക്വാണ്ടിറ്റി കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ റേറ്റ് 42 കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ 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 എൻ്റർ. ഞാൻ 2 പർച്ചേസുകൾ ചെയ്തു. ഇനി ഞാനൊരു സെയിൽസാണ് ചെയ്യണത്. ഞാൻ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ സെയിൽസ് എടുത്തു. ഇവിടെ ഞാൻ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. സീറോ കോസ്റ്റ് എടുത്തു. നമ്മുടെ കയ്യിൽ മൊത്തം 55 ഐറ്റം ഉണ്ട്. ഞാനിപ്പോൾ ഒരു 20 ആണ് വിൽക്കണത്. ഞാൻ റേറ്റ് കൊടുക്കണത് 52 ആണ് കൊടുത്തത്. എൻ്റർ അടിച്ചു, എൻ്റർ 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 എൻ്റർ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് സീറോ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. 35 ആണ് നമ്മളുടെ കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇതിന് റേറ്റോ വാല്യൂ ഒന്നുമില്ല. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴും നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ട്, സെയിൽ ചെയ്തപ്പോഴും റേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സീറോ കോസ്റ്റ് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്താണ്, നമ്മൾക്ക് റേറ്റും വാല്യൂ നമ്മൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് സീറോ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാം ആവറേജ് കോസ്റ്റ് കൊടുത്താൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ അപ്പോൾ വേറൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ക്രിയേറ്റ് എടുത്തു, സ്റ്റോക്ക് ഐറ്റം എടുത്തു. ഇവിടെ ഞാൻ ആവറേജ്
ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഐറ്റം അടിച്ചു, എൻ്റർ അടിച്ചു, എൻ്റർ, യൂണിറ്റ് നമ്പർ കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ എന്താണ് ഡിഫോൾട്ടായിട്ട് ആവറേജ് കോസ്റ്റ് തന്നെയാണ് വരിക. ഇവിടെ ആവറേജ് കോസ്റ്റ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇനി ഈ ഒരു ഐറ്റത്തിൽ ഞാൻ പർച്ചേസ് നടത്തുകയാണ്. വൗച്ചർ സെലക്ട് ചെയ്തെടുക്കാം, പർച്ചേസ് സെലക്ട് ചെയ്തെടുക്കാം, പർച്ചേസ് സെലക്ട് ചെയ്തെടുത്തു. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, എൻ്റർ. ഇവിടെ ഞാൻ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ആവറേജ് കോസ്റ്റ് എന്നുള്ളൊരു ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്വാണ്ടിറ്റി ഞാൻ 20 കൊടുത്തു, റേറ്റ് ഞാൻ 32 കൊടുത്തു. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. ഞാൻ ഒരു പർച്ചേസും കൂടി ചെയ്യുന്നു. എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ഞാൻ ആവറേജ് കോസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ഞാൻ 30 കൊടുത്തു, റേറ്റ് ഞാൻ 42 കൊടുത്തു. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. ഈ ആവറേജ് കോസ്റ്റിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സീറോ കോസ്റ്റിലാകുമ്പോൾ നമുക്ക് അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. ആവറേജ് കോസ്റ്റിലെ കോസ്റ്റിംഗ് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻവേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻവേർഡ് ക്വാണ്ടിറ്റിയാണ് വരിക. അപ്പോൾ നമുക്കൊരു സെയിൽസിൻ്റെ എൻട്രി ചെയ്യാം. നമ്മൾ സെയിൽസ് എടുത്തു, ഇവിടെ നമുക്ക് ക്യാഷ് എടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം ആവറേജ് കോസ്റ്റ് എടുത്തു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ 20 കൊടുത്തു, റേറ്റ് 58 കൊടുത്തു. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. നമുക്കിനി ജസ്റ്റ് ഒന്ന് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാലോ. ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു, സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഏതിൻ്റെയാണ് കാണേണ്ടത്? ആവറേജ് കോസ്റ്റിൻ്റെയാണ് കാണേണ്ടത്. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിരിക്കുന്നത് ഇവിടെ റേറ്റ് 38 ആണ് വന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻവേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻവേർഡ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കിവിടെ ഇൻവേർഡ് വാല്യൂ നോക്കാം. നമ്മളുടെ ഇൻവേർഡ് വാല്യൂ ആയിട്ട് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 1900 ആണ് വന്നിരിക്കുന്നത്. ഇൻവേർഡ് ക്വാണ്ടിറ്റി എത്രയാണ് വന്നിരിക്കുന്നത്? 50 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം, കൺട്രോൾ N അടിച്ചു. ഇവിടെ നമുക്ക് കാണിക്കാം 1900 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 38 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡിലേക്ക് നോക്കാം. ഇവിടെ കണ്ടു, നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ടുള്ളത് റേറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 38 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് പ്രകാരം ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് വരിക. നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് ഫിഫോയാണ്. ഫിഫോ പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ആദ്യം വന്നിട്ടുള്ളത് എന്താണ്? ആദ്യം നമ്മൾ വിറ്റഴിക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. നമുക്കൊരു ഐറ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ പേര് നമുക്ക് ഇവിടെ ഫിഫോ എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. ഫിഫോ കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. യൂണിറ്റ് നമുക്ക് നമ്പർ കൊടുക്കാം, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റിംഗ് മെത്തേഡിൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? ഫിഫോയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. ഇനി നമുക്കൊരു പർച്ചേസിൻ്റെ എൻട്രി ചെയ്യാം. എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, എൻ്റർ. ഇവിടെ നമുക്ക് ഐറ്റം ഏതാണ് കൊടുക്കേണ്ടത്? ഫിഫോയാണ് കൊടുക്കേണ്ടത്. ഫിഫോ സെലക്ട് ചെയ്തിട്ടെടുത്തു. ക്വാണ്ടിറ്റി നമ്മൾ 20 കൊടുത്തു, റേറ്റ് ഞാനൊരു 32 കൊടുത്തു. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. വീണ്ടും ഒരു പർച്ചേസും കൂടി നടത്താം. വീണ്ടും എൻ്റർ അടിച്ചു, എൻ്റർ. വീണ്ടും നമ്മൾ ഇവിടെ ഫിഫോ എന്ന ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഞാൻ പർച്ചേസ് നടത്താൻ പോകുന്നത് 30 ആണ് പർച്ചേസ് നടത്താൻ പോകുന്നത്. റേറ്റ് ഞാൻ 41 കൊടുത്തു. എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. ഇപ്പോൾ ഞാൻ 2 ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് സമ്മറിയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എടുത്തു. അതിൽ നമ്മൾക്ക് ഫിഫോ സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ 2 പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ 20 ആണ് പർച്ചേസ് നടത്തിയത്. രണ്ടാമത്തെ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 30 ആയിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഐറ്റം നമ്മൾക്ക് സെയിൽ നടത്താം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അവിടെ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്യാഷ് എടുത്തു, സെയിൽസ് എടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം നമ്മൾക്ക് ഫിഫോ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഞാനാണെങ്കിൽ വിൽക്കണതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വിൽക്കണത് 15 ആണ് വിൽക്കണത്. 15 എണ്ണമാണ് വിൽക്കണത്. 15 കൊടുത്തു. അതിൻ്റെ റേറ്റ് ഞാൻ 53 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു, എൻ്റർ, 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 എൻ്റർ. ഇതെങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ആദ്യം വന്നിട്ടുള്ളത്. ആദ്യം വിറ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരിക നോക്കാം.
നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമ്മൾക്ക് സ്റ്റോക്ക് സമ്മറിയുടെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അതിൽ ഏതിൻ്റെയാണ് എടുക്കേണ്ടത്? ഫിഫോയുടെ ആണ് എടുക്കേണ്ടത്. ഫിഫോ എടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് നമ്മൾ ആദ്യം 20 എണ്ണം പർച്ചേസ് ചെയ്തു, 30 എണ്ണം രണ്ടാമത് പർച്ചേസ് ചെയ്തു. നമ്മൾ 15 ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ റേറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ 20 ആണ് ഉള്ളത്. 20 ആണ് പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വിറ്റത് എത്രയാണ്? 15 ആണ്. അപ്പോൾ ഈ 15 ക്വാണ്ടിറ്റി ഏതെന്നാണ് പോവുക? ഫസ്റ്റ് ലോട്ടിൽ നിന്നാണ് അല്ലേ? അപ്പോൾ 15 ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ നിന്നാണ് പോവുക. അപ്പോൾ 20 ആണ് നമ്മൾ ആദ്യം പർച്ചേസ് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ 50 പോവുക. അപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള ആദ്യത്തേൽ ബാലൻസ് എത്രയാണ്? 5 ആണുള്ളത്. അപ്പോൾ 5 × 32 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് കാൽക്കുലേറ്റർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് അടിക്കാം 5 × ഇവിടെ നമുക്ക് 5 × 32 എൻ്റർ അടിച്ചു. അപ്പോൾ അത് 160 ആണ്. ഇനി ബാലൻസ് ക്വാണ്ടിറ്റി എത്രയാണുള്ളത്? 30 ആണുള്ളത്. അപ്പോൾ 30 റേറ്റ് എത്രയാണ്? 41 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം 30 × 41. അപ്പോൾ എത്രയാണ്? 1230 ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാം. 160 + 1230 ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1390 ആണ്. അതിനെ നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള നെറ്റ് സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 1390 ഡിവൈഡഡ് ബൈ 35. ഇത് നമുക്ക് 39.71 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് പറയുന്നത് 39.71 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ റേറ്റ് എത്രയാണ്? 39.71 ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫിഫോ മെത്തേഡ് പ്രകാരം നമ്മളുടെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.